വല്യച്ഛൻ്റെ കാലത്ത് സഭ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ചെലവ് വന്നിരുന്നത് സെമിനാരിക്കാരുടെ പഠനത്തിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ വല്യച്ഛൻ പൈസ സമ്പാദിക്കാൻ വേണ്ടി ഒന്ന് ഏറ്റവും ചുരുക്കി ചെലവഴിക്കുക, രണ്ട് സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുക. സെമിനാരിയുടെ തന്നെ ചാപ്പലിൻ്റെ മുകളിൽ 2 സ്പോൺസേഴ്സിൻ്റെ ഫോട്ടോ പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ സഹായിച്ച ഒത്തിരി പേരാണ്. ഒരാളൊരു സിസ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ അനേകം പേരെ കണ്ടുപിടിച്ചൊക്കെയാണ് വല്യച്ഛൻ ഇത് നടത്തിക്കൊണ്ടു പോയിരുന്നത്. ഏറ്റവും ലളിതമായ ഒരു ജീവിതശൈലിയായിരുന്നു. കെട്ടിടങ്ങൾക്കൊക്കെ വലിയ ചാർത്തൊന്നുമില്ല, ലളിതമായ എന്നാൽ സൗകര്യങ്ങളുണ്ടാകത്തക്ക വണ്ണമുള്ള തരം. ബ്രദേഴ്സിൻ്റെ മുറികൾക്കാണെങ്കിലും വാതിലുകളില്ലായിരുന്നു, ഒരു കർട്ടൻ മാത്രമാണ് ഇട്ടിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള തരങ്ങൾ. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന സമയത്തും ശാന്തമായിട്ട് അഭിമുഖീകരിച്ച് സഭയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു വല്യച്ഛൻ. വല്യച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന വല്യച്ഛ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.